ഹായ്, നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ശിവരാത്രിയാണല്ലോ. നമുക്ക് ശിവരാത്രി വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒന്ന് കേൾക്കാം. പല കഥകളുമുണ്ട്, എന്നാൽ ഈ കഥ അതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. നമ്മളെ ഭക്തിയിലേക്ക് നയിക്കുന്നു. ഭഗവാൻ ആരാണെന്നോ ഭഗവാന്റെ മാഹാത്മ്യമോ ഭക്തി എന്നാൽ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരു വേടൻ അവൻ്റെ ഉപജീവനത്തിനായി മൃഗങ്ങളെ വേട്ടയാടാൻ കാട്ടിലെത്തി. സന്ധ്യയാകുവോളം നടന്നിട്ടും അവന് ഒന്നും കിട്ടിയില്ല. അവന് ജലപാനം പോലും അന്ന് ചെയ്തിട്ടുമില്ല. നേരം ഇരുട്ടിയും കഴിഞ്ഞു. വന്യമൃഗങ്ങൾ ധാരാളമുള്ള കാടാണ്. പുറത്തു കടക്കുകയും പ്രയാസമാണ്. അവൻ പുലർച്ചെ പോകാമെന്ന് കരുതി ഒരു വൃക്ഷത്തിൻ്റെ മുകളിലിരുന്നു. മരത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ കണ്ട ഉണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ തോടിൽ അല്പം വെള്ളം കരുതിയിരുന്നു. ഒരു കായ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആ കായയിൽ കുറച്ച് വെള്ളം കരുതിയിരുന്നു. ഉറക്കം വരാതിരിക്കാൻ വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകിക്കൊണ്ടേയിരുന്നു. അവൻ ഇരുന്നിരുന്നത് ഒരു കൂവള വൃക്ഷത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കയ്യിലിരുന്ന അമ്പുകൊണ്ട് ഉറക്കം വരാതെ ഇരിക്കാൻ വൃക്ഷത്തിൻ്റെ ഇലകൾ അടിച്ച് താഴേക്കിടും. അറിയാതെ ഉറങ്ങിപ്പോയാൽ താഴെ വീണെങ്കിലോ മൃഗങ്ങൾക്ക് ഭക്ഷണമായെങ്കിലോ എന്ന് കരുതി അവൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ മുഖം കഴുകലും ഇലയടിച്ച് താഴെ ഇടുന്നതും നേരം പുലരുവോളം തുടർന്നു. ഇവ രണ്ടും വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന ശിവലിംഗത്തിൽ പതിച്ചിരുന്നു. ഒന്നും അറിയാത്ത അവൻ്റെ ഈ പ്രവൃത്തി ശിവഭഗവാന് അഭിഷേകമായും അർച്ചനയായും സ്വീകരിച്ചു. പ്രഭാതത്തിൽ അവൻ താഴെ ഇറങ്ങിയപ്പോൾ ശിവഭഗവാൻ അവന് ദർശനം നൽകി. ഭക്തി എന്താണെന്നറിയാത്ത വേടന് പോലും മോക്ഷം നൽകി അനുഗ്രഹിച്ചപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യമറിഞ്ഞ് ഭക്തിയോടെ പ്രാർത്ഥന നടത്തിയാൽ ഭഗവാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അതിലുറച്ചു വിശ്വസിക്കാം. ശിവരാത്രി നോയമ്പോ ഉപവാസമോ അനുഷ്ഠിക്കാം. ഫലം ഉറപ്പാണ്. നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വ്രതം നോക്കുന്നതിലും നല്ലത് നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ അനുഷ്ഠിച്ചാലും ഭഗവാൻ പ്രസാദിച്ച് അനുഗ്രഹിക്കും. നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നും ഭഗവാൻ ചെയ്യുന്നത് ഇഷ്ടമല്ല. നമ്മുടെ ശരീരത്തിന് യോജിക്കുന്നത് നമ്മൾ ചെയ്യാവുള്ളൂ. മരുന്ന് കഴിക്കുന്നവർക്കുമൊക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് വ്രതം നോക്കാം. നമുക്ക് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ മന്ത്രം ജപിച്ച് ശിവകീർത്തനങ്ങൾ പാടിയും കഥകൾ കേട്ടും സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിയും ഈ ശിവരാത്രി ദിവസം നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാം. പിതൃതർപ്പണം നടത്തുന്നതും പ്രധാനമാണ്. ആലുവായിലൊക്കെ ശിവരാത്രി ദിവസം പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം നടത്താറുണ്ട്. നമ്മെ എല്ലാം ശിവഭഗവാൻ അനുഗ്രഹിക്കും. എല്ലാവർക്കും ശിവഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃശിവായ. വീണ്ടും ഒരു കഥയുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.